ഹായ് ഫ്രണ്ട്സ്, ആർട്ടോലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മീ പി ജി ദിനേഷ്, ഐ എം ഫൈൻ ആർട്ടിസ്റ്റ്. ഇന്ന് ഞാനിവിടെ ഡെമോൺസ്ട്രേഷൻ ചെയ്യാൻ പോകുന്നത് എന്താണ് കീ സ്കെച്ചിങ്, അത് എങ്ങനെയൊക്കെയാണ് ചെയ്തെടുക്കുന്നത് എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ഡെമോൺസ്ട്രേഷൻ വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ കണ്ടൻറ്റ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആർട്ടോലോഗ് എന്ന ചാനൽ ആർട്ട് എഡ്യൂക്കേഷന് വേണ്ടിയുള്ള ഒരു ചാനലാണ്. ആർട്ടോലോഗിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, ഷെയർ, കമൻറ്റ് എന്നിവ ചെയ്യുക. കൂടാതെ ബെല്ലൈക്കോൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്തിടുക. താങ്ക് യു ഫോർ വാച്ചിങ് ആർട്ടോലോഗ് വീഡിയോസ്. ഇന്ന് നമ്മുടെ ഡെമോൺസ്ട്രേഷൻ ക്ലാസ്സിൽ ഞാൻ അവതരിപ്പിക്കുന്നത് എന്താണ് കീ സ്കെച്ച്. വലിയ തരത്തിലുള്ള പെയിൻറ്റിങ്ങോ അല്ലെങ്കിൽ ഡ്രോയിങ്ങോ ചെയ്യുമ്പോൾ ആർട്ടിസ്റ്റുകൾ അതിന് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള റെഫറൻസ് ഡ്രോയിങ് ചെയ്യും. മിനിയേച്ചർ ഫോമിലുള്ള ലൂസ് ഡ്രോയിങ് എന്ന് പറയും. മിനി ലൂസ് ഡ്രോയിങ് സ്കെച്ചുകളെയാണ് പൊതുവെ കീ സ്കെച്ചുകൾ എന്ന് പൊതുവെ പറയപ്പെടുന്നത്. അത് മൂവിങ് ഒബ്ജക്റ്റോ ഓർ സ്റ്റിൽ ഒബ്ജക്റ്റോ അതുമല്ലെങ്കിൽ മോഡൽ സ്റ്റഡിയോ നാച്ചുറൽ സ്റ്റഡിയോ മറ്റോ ആകാം. ആർട്ടിസ്റ്റുകളുടെ ഡയറിയാണ് സ്കെച്ച് ബുക്ക്. സ്കെച്ച് ബുക്കിലാണ് അവർ കീ സ്കെച്ചുകൾ ചെയ്തു വയ്ക്കാറ്. ബിഗിനേഴ്സായിട്ടുള്ള ആളുകൾ, അതായത് ചിത്രം വരയ്ക്കാനൊക്കെ ആയിട്ട് താല്പര്യമുള്ള ആളുകൾ എപ്പോഴും ഒരു നല്ല സ്കെച്ച് ബുക്ക് കൂടെ കരുതണം. യാത്രയിലും അതുപോലെ തന്നെ നമ്മളുടെ വീട്ടിലിരിക്കുമ്പോഴും എപ്പോഴാണ് നമ്മുടെ ഐഡിയാസ് അല്ലെങ്കിൽ വരയ്ക്കാനുള്ള ഐഡിയാസ് ഡെവലപ്പ് ചെയ്യാമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അത് മാർക്ക് ചെയ്യാനൊക്കെ ആയിട്ടാണ് ഇത്തരം സ്കെച്ച് ബുക്കുകൾ നമ്മൾ ഉപയോഗിക്കുന്നത്. അതിൽ നമുക്ക് കളറിനെ കുറിച്ചിട്ട് നമുക്ക് എഴുതി വയ്ക്കാം. അതുപോലെ തന്നെ ഫോമിനെ കുറിച്ച് നമുക്ക് ചെറിയ നോട്ട് ഉണ്ടാക്കി വയ്ക്കാം. ചെറിയ ചെറിയ ഡ്രോയിങ്ങുകൾ തയ്യാറാക്കാം. ഇങ്ങനെയൊക്കെയാണ്. പക്ഷേ നമ്മളിവിടെ നമ്മൾ അവതരിപ്പിക്കുന്നത് കീ സ്കെച്ചിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കീ സ്കെച്ചുകൾ അല്ലെങ്കിൽ കീ സ്കെച്ച് ചെയ്യുക എന്ന് നോക്കാം.